പെണ്ണു കാണാൻ വന്നപ്പോൾ ഇങ്ങനെ പാർട്ട് 1 വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കട്ടെ. പ്രത്യേകിച്ചൊന്നുമില്ല, ഒരു സാധാരണ പെണ്ണുകാണൽ ചടങ്ങ് തന്നെ. എന്നാൽ ചെറുപ്പക്കാരെല്ലാവരും സാധാരണയായി പെണ്ണുകാണാൻ പോകുന്നത് അവരുടെ ഫ്രണ്ട്സിൻ്റെ ഒപ്പമായിരിക്കും. ഈ വീഡിയോയിലെ കഥാപാത്രം പോയിരിക്കുന്നത് തൻ്റെ അമ്മയുടെ കൂടെയാണ്. അവരുടെ ഡിമാൻഡുകളൊക്കെ ചോദിച്ചറിഞ്ഞു. അപ്പോൾ പെണ്ണിൻ്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന ആകെ ഒരു ഡിമാൻഡ് എന്ന് പറയുന്നത് അവൾക്ക് വിവാഹശേഷം പഠിക്കാനും ജോലിക്ക് പോകാനുമുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കണമെന്ന് മാത്രമാണ്. മറ്റൊരു ഡിമാൻഡും പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. അപ്പോൾ അത് തലകുലുക്കി സമ്മതിച്ചാണ് അവർ പെണ്ണുകാണൽ ചടങ്ങ് കഴിഞ്ഞ് ഇറങ്ങിപ്പോയത്. എന്നാൽ വിവാഹശേഷം എന്തായിരിക്കും സംഭവിക്കുന്നുണ്ടാവുക? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എന്നാൽ നമുക്കത് പാർട്ട് 2 വീഡിയോയിൽ കണ്ടാലോ? അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഓക്കെ ആണല്ലേ? അവൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഓന് ഇഷ്ടപ്പെട്ടെന്നൊക്കെ പറഞ്ഞു. ഇനിയും പഠിപ്പിക്കണമെന്നും പണിക്കൊക്കെ പറഞ്ഞയക്കണമെന്നും അയാൾ പറഞ്ഞു. അങ്ങനെ ഒരു ഡിമാൻഡേ വെച്ചുള്ളൂ. അത് പിന്നെ കല്യാണം കഴിഞ്ഞിട്ടുള്ള കാര്യമല്ലോ. ആയിക്കോട്ടെ. ശരി മോനെ. ഓല് വിളിച്ചിട്ടുണ്ടാവില്ലേ? ഓല് വിളിച്ചേക്ക്. എന്താ പറഞ്ഞത്? നമുക്ക് അങ്ങ് നടത്താല്ലേ? എനിക്ക് കുഴപ്പമൊന്നുമില്ല. എന്താ? ഓലൊക്കെ ഓക്കെ ആണെന്ന് പറഞ്ഞു. പഠിക്കാൻ പറഞ്ഞയക്കണം, പണിക്കും പറഞ്ഞയക്കണം. അത് പിന്നെ ഇവിടെ വന്നിട്ടുള്ള കാര്യമല്ലേ. വിളിച്ചു പറഞ്ഞോളൂ. എനിക്ക് എന്തായാലും കണക്കാ. നമുക്ക് അന്നേരം നോക്കിയിട്ട് എന്തെങ്കിലും ചെയ്യാല്ലേ? വിളിച്ചു പറഞ്ഞോളൂ. എന്നാ വിളിച്ചറിയാം. ചായ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്താ ടെൻഷൻ പോലെ? അതല്ലേട്ടാ, 2 ദിവസം കഴിഞ്ഞാൽ ക്ലാസ് തുടങ്ങും. പിന്നെ ഇവിടുന്ന് പോകണ്ടേ? അതുമല്ല, ഒരു മാസത്തിനുള്ളിൽ എക്സാം ഉണ്ടാവുന്ന അവർ പറയുന്നത്. അതിനെന്താ, ക്ലാസ് പോയിക്കൊണ്ടി. 2 ദിവസം കഴിഞ്ഞിട്ടല്ലേ? നമുക്ക് ഇവിടെ സുഖമായിട്ട് പോയി വന്നൂടെ? എക്സാമും 1 മാസം കഴിഞ്ഞിട്ടല്ലേ? ഒക്കെ പഠിക്കുകയും ചെയ്യാം, സുഖമായിട്ട് പോവുകയും ചെയ്യാം. എന്താ പ്രശ്നം? അതല്ല, ഇതുവരെ ഞാൻ വീട്ടിൽ നിന്നല്ലേ പോയിക്കൊണ്ടിരുന്നത്. അതൊന്നും പ്രശ്നമില്ല. ചായ എടുത്തേക്കാല് വാ. അമ്മേ, എന്തേ? അമ്മ, എനിക്കൊന്ന് വീട്ടിൽ പോകണ്ടേനു. എന്താ കാര്യം? അത് അടുത്ത ആഴ്ച എക്സാമാ. അപ്പോൾ അതിന് വേണ്ടി പഠിക്കാൻ വേണ്ടിയിട്ടേ. ഇവിടുന്ന് പഠിച്ചാൽ പോരെ? അല്ലമ്മ, ഇവിടുന്ന് പഠിച്ചാൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ എനിക്ക് ഹോൾ ടിക്കറ്റ് എടുക്കാനും കുറേ ആവശ്യങ്ങൾക്ക് വേണ്ടി പോകേണ്ടി വരും. അപ്പോൾ കുറേ ദൂരം പോകണ്ടേ? വീട്ടിൽ നിന്നാകുമ്പോൾ അടുത്താണല്ലോ. അല്ലേ, ഇനി എന്തിനാ അപ്പം പരീക്ഷയൊക്കെ എഴുതുന്നത്? പരീക്ഷ എഴുതി ഉദ്യോഗം ഭരിക്കാൻ പോവുക? എന്നാലും എനിക്ക് തോന്നുന്നില്ല ഇനിയിപ്പം പരീക്ഷ എഴുതാൻ പോകണമെന്നൊന്നും. എന്തിനാന്നില്ലേ, ഇവിടെ തന്നെയല്ലേ ഇഷ്ടം പോലെ പണി. പരീക്ഷയ്ക്കൊന്നും പോകണ്ടേ? അമ്മ, നിങ്ങൾ പെണ്ണാണാൻ വന്ന സമയത്ത് അച്ഛൻ ഒരു ഡിമാൻഡ് മാത്രമല്ലേ വെച്ചിട്ടുള്ളൂ. എന്നെ പഠിപ്പിക്കാനും പിന്നെ എനിക്കൊരു ജോലിക്ക് പോകാനുള്ളൊരു ഇതും സമ്മതിക്കണമെന്ന് മാത്രമേ അച്ഛൻ പറഞ്ഞിട്ടുള്ളൂ. അതും കൂടി നിങ്ങളിങ്ങനെ സമ്മതിക്കാണ്ടിരുന്നാലോ? അന്നങ്ങനെ വിചാരിച്ചാണ് പഠിപ്പിക്കാന്ന്. ഇപ്പം പഠിച്ചെടുപ്പം എന്താ ആർക്കപ്പം പണി കിട്ടുക? അത് മതി, ഇനി പോകണമെന്നൊന്നുമില്ല. അതല്ല അമ്മ, എനിക്ക് ഉറപ്പുണ്ട് എനിക്കൊരു ജോലി കിട്ടുന്നു. ഞാൻ അത്രയും കഷ്ടപ്പെട്ട് പഠിക്കുന്നുണ്ട്. അമ്മയായിട്ട് അതില്ലാണ്ടാക്കരുത്. വേണമെങ്കിൽ പോകാം. ഇനി ആലോചിക്കുക. അടക്ക്. ഇനിയിപ്പം അങ്ങോട്ട് പോയി എന്താ പണിയും ചെയ്തോ. അമ്മ, അതല്ല, എനിക്ക് നാളെ തന്നെ വീട്ടിലേക്ക് പോയാലേ ശരിയാവുള്ളൂ. നാളെ ഒന്നും പോകണ്ട. ഞാൻ ഓനോടൊന്ന് ചോദിക്കട്ടെ പോണോ പോണ്ടേ എന്നൊക്കെ. എന്നിട്ട് ഏട്ടന് കുഴപ്പമില്ല. അമ്മ പറയുന്ന പോലെ ഏട്ടൻ നിൽക്കുള്ളൂ. അടക്ക്. നാളെ മറ്റന്നാളെ അത് തീരുമാനിക്കുക. നീ അങ്ങോട്ട് പോയിക്കോ. ചായ ഒക്കെ ഉണ്ടാക്ക്. ഏട്ടാ എനിക്ക് അടുത്ത ആഴ്ച എക്സാമാണ് ഏട്ടാ. അപ്പോൾ 2 ദിവസം ഞാൻ വീട്ടിൽ പോയി നിൽക്കട്ടെ? അതല്ല ഏട്ടാ, അമ്മനോട് ചോദിച്ചപ്പോൾ അമ്മ ഇപ്പോൾ പറയുന്നത് എക്സാമിന് ഇപ്പോൾ വീട്ടിലൊന്നും പോയി നിൽക്കേണ്ട ആവശ്യമില്ല എന്നാ. അമ്മ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോകാൻ നിൽക്കണ്ടേ? അമ്മ എന്താ പറഞ്ഞാൽ അതേപോലെ ചെയ്താൽ പോരെ? പക്ഷേ ഏട്ടാ, എനിക്ക് എക്സാമിന് കുറേ പഠിക്കാൻ. എന്തെങ്കിലും കാര്യമില്ല, അമ്മ പറയില്ലല്ലോ. ആദ്യം എക്സാം ഒക്കെ എന്ത് കാര്യത്തിനാ? ഏട്ടാ, അതൊന്നും അല്ലല്ലോ നിങ്ങൾ കല്യാണം കഴിക്കാൻ വന്നപ്പോൾ പറഞ്ഞത്. പെണ്ണാണോ വന്നപ്പോൾ നിങ്ങൾ എന്തൊക്കെയും പറഞ്ഞ് ഓക്ക് ജോലിക്ക് പോണേ. എനിക്കറിയില്ല. അമ്മ എന്നോട് എന്താ പറഞ്ഞോ അതേപോലെ ചെയ്താൽ മതി. എനിക്ക് അതിനെ കുറിച്ചൊന്നും കൂടുതൽ പറയാൻ പറ്റില്ല. അമ്മ എന്താ പറഞ്ഞാൽ അതേപോലെ ചെയ്തോളൂ. ഏട്ടാ, ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് എനിക്ക് PG കംപ്ലീറ്റ് ചെയ്യാൻ. ഞാനെന്ത് ചെയ്യാനാ മിനോ? അമ്മ പറഞ്ഞിട്ട് എനിക്കൊന്നും ചെയ്യാനില്ല. അതേപോലെ ചെയ്തോണ്ടി. ഏട്ടൻ്റെതായ അഭിപ്രായങ്ങളൊന്നും ഇല്ലേ? എനിക്ക് അമ്മേനെ ധിക്കരിച്ചൊന്നും ചെയ്യാനില്ല. ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടേട്ടാ. എന്നോട് പറയണ്ടെങ്കിൽ അമ്മനോട് വേണം പറഞ്ഞ് സമ്മതിപ്പിച്ചോ. എനിക്ക് കുഴപ്പമൊന്നുമില്ല. പഠിത്തം കംപ്ലീറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും ഒരു ജോലി കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിച്ചതാ. എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ലേ? ഞാൻ അമ്മേനെ സമ്മതിപ്പിക്കേ. എനിക്ക് കുഴപ്പമൊന്നുമില്ല. അമ്മേനെ ധിക്കരിച്ച് എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല.
ഏട്ടാ അച്ഛൻ ഉറപ്പാണെന്ന് പറഞ്ഞതിനെ കൊണ്ട് മാത്രം ഏട്ടാ. സംഭവം അന്നപ്പോ പറഞ്ഞിട്ടുണ്ടാവും. ഇത് പറയുന്നെല്ലാം ചെയ്യാൻ പറ്റുമോ? ഞാൻ അമ്മേനോട് പറയുന്നാലേ ഞാൻ ചെയ്യാൻ പറയും. അമ്മ എന്താ പറയും നോക്കാം, അതേപോലെ ചെയ്തോ. മോനെ ഓളങ്ങോട്ട് എന്തേ അവിടെ ഇടണ്ടല്ലോ. നമുക്ക് പരീക്ഷയ്ക്ക് വേണം പോലെ. എന്നോട് പറഞ്ഞു നിങ്ങളെന്താ പറഞ്ഞിട്ട് പോണ്ടെന്നോ? ആ പോണ്ടെന്ന് ഞാൻ പറഞ്ഞു അമ്മനോട് വയ്ക്കുന്നിട്ട് വേണം പോയിക്ക് പറഞ്ഞു. അന്ന് എന്താ പറഞ്ഞു വിചാരിച്ചിപ്പോൾ പരീക്ഷയ്ക്കോ കയറ്റാ അല്ലേ? പോക്ക് ഉദ്യോഗം കിട്ടിയിട്ട് വേണം ഇവിടെ കയ്യേ. ആണ് പറഞ്ഞാലിട്ട് കേൾക്കുകയില്ല. പോയേ കയ്യൊന്നും പറഞ്ഞ ആടുന്ന് മൂങ്ങുന്നുണ്ടെങ്കിൽ പോയിക്കോട്ടെ നല്ലേ. പോയിട്ട് ഇപ്പം എന്താടോ എവിടെയോ പോണം പോലെ ഹോൾ ടിക്കറ്റൊക്കെ വാങ്ങാൻ. ആർക്കറിയാടേക്ക് അന്ന് ഞങ്ങൾ തന്നെ പറഞ്ഞ കണ്ടി പോകുന്നില്ല. മതി പോയത് ഞാൻ പോണ്ടെന്നാ പറഞ്ഞത്. മതി പോയത് പറഞ്ഞ കണ്ടി. അല്ല എന്ത് പരീക്ഷ ഇനിയിപ്പോൾ ഇനിയും പറയാണ്ടി പോണ്ടെന്ന്. പരീക്ഷയ്ക്കെന്നൊക്കെ പറഞ്ഞിട്ട് പോയിട്ടാണ് ഓരോ പിള്ളേർ. പിന്നെ കേക്കാട ഓൻ്റെ അപ്പുറം പോയി മറ്റോൻ്റെ അപ്പുറം പോയി. ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളങ്ങ് പറഞ്ഞാൽ മതി. പോണ്ടെന്ന് വെച്ചാൽ പോണ്ടെന്ന് പറഞ്ഞാൽ മതി. അതല്ല മോനെ ഇത് പരീക്ഷയ്ക്കാണോ ഇപ്പൊക്കെ ഇപ്പം അറിയാം എങ്ങനെയാ? അതല്ല ആദ്യം എന്തോ ഉണ്ടായിനോ ഇല്ലയോ എന്നൊക്കെ ആർക്കറിയാം. ഇപ്പോഴത്തെ പിള്ളേരെ ഒറ്റയൊന്നിനെ വിശ്വസിച്ചുകൂടാ. എല്ലാം കല്യാണം കഴിഞ്ഞേറ്റുകളല്ലേ പോകുന്നത്. പിന്നെ അതിൻ്റെ വയ്യ അടക്കേണ്ടി വരും. നിങ്ങളങ്ങ് പറഞ്ഞ കണ്ടി. ഞാനും പറഞ്ഞേക്ക് പോണ്ടെന്ന് തന്നെ. പറഞ്ഞ കണ്ടി ഇനി ഇങ്ങനെ നല്ലോണം പോണ്ടെന്ന് തന്നെ ഞാൻ പറഞ്ഞേക്കാണ്ട്. അവളിപ്പം വിചാരിക്കും ഇങ്ങനെ പറഞ്ഞാൽ അങ്ങ് പോകും. ഇല്ല പിന്നെ ഇനിയിപ്പോൾ പഠിക്കാൻ പോവായിട്ട ഒന്ന് പെണ്ണ് കാണാൻ പോയപ്പോൾ എന്തോ പറഞ്ഞു വിചാരിച്ചതിനിപ്പോൾ അതിനെ അടക്കുകയല്ലേ. ഓരോന്ന് പരീക്ഷയ്ക്കെന്നും പറഞ്ഞ് പോകും. പിന്നെ കേക്കാട മോൻ്റെ അപ്പുറം പോയി മറ്റോൻ്റെ അപ്പുറം പോയി. ഇപ്പം അങ്ങനെ എന്താ ഉണ്ടോയെന്ന് ആരോട് ഒഴിക്കുന്നു. അതാ അത്ര വാശി പിടിക്കുന്നു. എന്തായാലും ചെക്കൻ പോണ്ടെന്ന് പറഞ്ഞിക്കല്ലേ അത് മതി. ഈശ്വരാനി എന്താ ഇപ്പം ചെയ്യാം? പെണ്ണാണ് വരുമ്പോൾ എന്തൊക്കെ പറഞ്ഞിട്ടാ. ഏട്ടൻ ഓക്കെയാ, അമ്മ ഒരൊറ്റ ആൾ കാരണം സമ്മതിക്കാണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ ഇവരെ ആശ്രയിച്ച് ജീവിക്കേണ്ട ഞാൻ ജീവിതകാലം മുഴുവൻ ഒരു പൈസ പോലും സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ പറ്റാതെ ഇതിപ്പോൾ ഏട്ടനും അമ്മേൻ്റെ കൂടെ തന്നെ. അച്ഛനെ ഒന്ന് വിളിക്കട്ടെ. ഫോൺ അടിയുന്നുണ്ടല്ലോ, ആരാന്ന് നോക്കട്ടെ. മോളാണല്ലോ. ഹലോ മോളെ, എന്തൊക്കെയാണ്, പഠിക്കലില്ലേ? ഹലോ അച്ഛാ. എന്തിനു പഠിക്കാനോ അച്ഛാ? എന്താണ് അങ്ങനെ പറയുന്നത്? പരീക്ഷ ആനായില്ലേ? ഇനിയിപ്പോൾ പഠിച്ചിട്ട് എക്സാമൊന്നും എഴുതാൻ പറ്റൂലല്ലോ. ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് എന്ത് കാര്യത്തിനാ ഇവിടെ തന്നെ പോകാൻ സമ്മതിക്കണ്ടേ? പോകാൻ സമ്മതിക്കൂലാണ്. അതെന്താ അങ്ങനെ? ഇതൊക്കെ പറഞ്ഞിട്ടല്ലേ ഓല് കല്യാണം കഴിച്ചത്? ആ അച്ഛാ, പോകാൻ സമ്മതിക്കൂല. ഞാൻ ഒരുപാട് തവണ ചോദിച്ചു, അമ്മേൻ്റെ അടുത്ത് ചോദിച്ചു. ഏട്ടന് കുഴപ്പമൊന്നുമില്ലേനു, പക്ഷെ അമ്മ തീരെ സമ്മതിക്കുന്നില്ല. ഇനിയിപ്പോൾ എന്തിനാണ്, ഞാൻ പഠിച്ചിട്ട് വേണോ അല്ലെങ്കിൽ ഞാൻ ജോലിക്ക് പോയിട്ട് വേണോ ഇവിടെ കഴിയാമെന്നൊക്കെയാണ് ചോദിക്കുന്നത്. പക്ഷെ പെണ്ണ് കാണാൻ വന്നപ്പോൾ ആകെ ഒരു ഡിമാൻഡല്ലേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. അപ്പോഴൊന്നും പറയാത്ത കാര്യം ഒരു ഇപ്പോഴാണ് പറയുന്നത്. ഇത്രയും വരെ എത്തിച്ചിട്ട് പരീക്ഷയ്ക്ക് പോകാൻ സമ്മതിക്കില്ല വെച്ചാൽ? ആദ്യത്തെ സമയങ്ങളിലൊക്കെ ഏട്ടൻ പറയേനു പരീക്ഷയ്ക്ക് പോയിക്കോ, അതിനെന്താ അവിടുന്ന് ഒരു കുഴപ്പമില്ലല്ലോ എന്നൊക്കെ. ഇപ്പം അമ്മ ഇങ്ങനെ പറയുന്നത് കേട്ടതിന് ശേഷം ഏട്ടന് മാറാൻ തുടങ്ങിയത്. എനിക്കറിയില്ല അച്ഛാ. മോളെ, ഞാനൊന്ന് അവനെ വിളിച്ചു നോക്കട്ടെ, അവൻ സമ്മതിക്കായിരിക്കുമോ? അച്ഛൻ വിളിച്ചു നോക്കിയിട്ടൊന്നും കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാലും അച്ഛനൊന്ന് വിളിച്ചു നോക്ക്. എന്നാ മോളെ, അച്ഛനൊന്ന് വിളിച്ചു നോക്കാം ഓന. എന്നാ ശരി മോളെ. എന്നാ ആയിക്കോട്ടെ അച്ഛാ, എന്നാ ശരി. ഇനിയിപ്പോൾ അച്ഛൻ വിളിച്ചിട്ടൊന്നും ഒരു കാര്യം ഉണ്ടാവില്ല. ഏട്ടനും അമ്മയും സമ്മതിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ഇങ്ങനെയൊക്കെ വിധിച്ചു പോയി. ഇനിയിപ്പോൾ ആഗ്രഹങ്ങളൊക്കെ ഉള്ളിൽ ഒതുക്കാന്നല്ലാണ്ട് വേറൊരു വഴിയില്ല. ഇതെന്തൊരു കഷ്ടമാണ്. പെണ്ണ് കാണാൻ വന്നപ്പോൾ എന്തൊക്കെയും പറഞ്ഞത്, ജോലിക്ക് പോകണമെങ്കിൽ ജോലിക്ക് പോകുക, പഠിക്കണമെങ്കിൽ പഠിക്കുക എന്നൊക്കെ പറഞ്ഞല്ലോ. ഇപ്പോഴെന്താണ് ഇതൊക്കെ മാറ്റി പറയുന്നത്? ഇപ്പോൾ ഇതാണ് പറയുന്നത്, പെൺകുട്ടികൾക്ക് ഒരു ജോലി കിട്ടിയിട്ട് കല്യാണം കഴിച്ചു കൊടുക്കാന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒക്കെ ഒരു അവസ്ഥ വരും. എന്തായാലും ഓനൊന്ന് വിളിച്ചു നോക്കട്ടെ.
ഫോൺ അടുപ്പായിരിക്കും. ഇവിടെ കൊണ്ടുവച്ച അയ്യോ മിനുവിൻ്റെ അച്ഛനാണല്ലോ. എന്തിനാണോ? ഹലോ, എന്താണ് അച്ഛാ? അടുത്ത ആഴ്ച മോളെ എക്സാമാണ്, ഓളെ പറഞ്ഞയക്കൂലേ? ആ, അത് ഓള് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ തൽക്കാലത്തെ എക്സാമിനൊന്നും പോകണ്ടെന്നാണ് അമ്മ പറഞ്ഞത്. ആ മോനെ ഇപ്പോൾ എങ്ങനെയാ പറയുന്നത്? അതിപ്പോൾ അമ്മ പറയുന്നത് എന്താ വെച്ചാൽ ഓക്കിപ്പോൾ ജോലി കിട്ടിയിട്ടൊന്നും വേണ്ട അവിടെ കഴിയാൻ. എന്തായാലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല ജോലി തന്നെയാണല്ലോ എങ്കിലുള്ളത്. അതുകൊണ്ടൊക്കെ ആയിരിക്കും അമ്മ അങ്ങനെ പറയുന്നത്. ഇപ്പം എങ്ങനെയാ പറയുന്നത്? ഇതൊക്കെ പറഞ്ഞ ദിവസമല്ലേ കല്യാണം കഴിച്ചത്? ആ അച്ഛാ, വേറെ ഒന്നും പറയാനില്ലല്ലോ. എനിക്ക് 1-2 സ്ഥലത്ത് പോകണ്ട്, ലേശം തിരക്കില്ല. ഞാൻ പിന്നെ വിളിക്കട്ടോ. ശരി. അല്ല മോനെ വെക്കല്ല മോനെ, ഒന്ന് പറയട്ടെ. എന്തൊരു കഷ്ടമാണ്. ഓള് വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവും ഇപ്പോൾ എക്സാമിന് വിടുന്നില്ലാന്ന്. അതായിരിക്കും അച്ഛൻ വിളിച്ച്. എന്തായാലും അമ്മ പറഞ്ഞല്ലേ, ഇനിയിപ്പോൾ എനിക്കൊന്നും പറയാൻ പറ്റില്ല. ഇല്ലാത്ത എന്തായാലാട്ടെ. എൻ്റെ മോളെ ഒരു ആഗ്രഹമായിരുന്നു പഠിച്ചിട്ടൊരു ജോലി കിട്ടുക എന്നുള്ളത്. അതില്ലാണ്ടായിപ്പോയാൽ ഈശ്വര. കണ്ടില്ലേ ഈ പെൺകുട്ടിയുടെ അവസ്ഥ? ഈ പെൺകുട്ടിയുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് സ്വന്തമായി വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുക, അല്ലെങ്കിൽ സ്വന്തം കാലിൽ നിൽക്കുക എന്നതായിരുന്നു. അത് വിവാഹത്തിന് മുന്നേ തന്നെ പറയുകയും ആ ഡിമാൻഡുകളൊക്കെ അംഗീകരിക്കുകയും ചെയ്തതിന് ശേഷമാണ് വിവാഹം ചെയ്തത്. എന്നാൽ വിവാഹത്തിന് ശേഷം സംഭവിച്ചത് എന്താണെന്ന് നിങ്ങൾ ഇപ്പോൾ കണ്ടല്ലോ. പെണ്ണു കാണാൻ വന്നപ്പോൾ ആകെ പറഞ്ഞൊരു ഡിമാൻഡ് പോലും വിവാഹശേഷം പ്രാവർത്തികമാക്കാൻ അനുവദിക്കാതെ വന്നു. ഇതുപോലുള്ള അനുഭവങ്ങൾ കൂടി പലരും കടന്നു പോയിട്ടുണ്ടാവാം. അതുകൊണ്ട് തന്നെ നമ്മൾ ആഗ്രഹിക്കുന്നവരെ പഠിച്ച് അതിനനുസരിച്ചുള്ളൊരു ജോലിയൊക്കെ തരപ്പെട്ട് നമ്മൾ സ്വന്തം കാലിൽ നിൽക്കാനായി, അല്ലെങ്കിൽ സ്വന്തമായി ഒരു വരുമാനം ഉണ്ടാക്കുന്നവരായി എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രം വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക. ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതട്ടെ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ സൈനിങ് ഓഫ്, മിനു സ്റ്റോക്സ്. താങ്ക് യു ഫോർ വാച്ചിങ്.